ഒരു കഷ്ണം പേപ്പറിൽ നിന്നും പ്രമാദമായൊരു കേസ് തെളിയിച്ച ചരിത്രമുണ്ട് കേരള പോലീസിന്. ഏറ്റുമാനൂർ ക്ഷേത്രമോഷണ കേസ്. മോഷ്ടാക്കളെ തേടി പോലീസ് കേരളത്തിനകത്തും പുറത്തും പാഞ്ഞു. അവസാനം 8ാം ക്ലാസ്സുകാരിയുടെ പേരെഴുതിയ പേപ്പർ കഷ്ണത്തിൽ നിന്നും ആ കേസ് തെളിയിച്ചു. 45 വർഷം മുമ്പ് EK നയനാർ മുഖ്യമന്ത്രിയായി ഇടത് സർക്കാർ കേരളം ഭരിക്കുന്ന കാലമാണ്. 1981 മെയ് 24-നാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മോഷണം നടക്കുന്നത്. തിരുവനന്തപുരം പാറശാല സ്വദേശിയായ സ്റ്റീഫൻ ആയിരുന്നു മോഷ്ടാവ്. സ്റ്റീഫനാണ് മോഷണം നടത്തിയതെന്ന് കണ്ടെത്താൻ പോലീസ് നന്നായി ഒന്ന് വിയർത്തു. ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പതിവ് പോലെ വെളുപ്പിന് 3 മണിക്ക് ക്ഷേത്രത്തിലെത്തിയ സുരക്ഷാ ജീവനക്കാരൻ കൃഷ്ണൻകുട്ടി അമ്പലത്തിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ശ്രീകോവിൽ നട തുറന്നു കിടക്കുന്നു. പരിഭ്രാന്തനായ അയാൾ ദേവസ്വം മാനേജർ V. നാരായണപിള്ളയെ വിവരം അറിയിച്ചു. അപ്പോഴേക്കും മേൽശാന്തി അവിടെ എത്തി. ശ്രീകോവിലിനുള്ളിലെ മൂലവിഗ്രഹം കാണാനില്ല. പ്രഭയിലെ ലക്ഷ്മി രൂപവും കാണുന്നില്ല.